ഹണി എവിടെ പോയി? ഇതിപ്പോ അവധി ആഘോഷിക്കണോ അതോ ഇനി ഹണിയെ അന്വേഷിക്കണോ? ആഹാ, എന്തായാലും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ഹണി, നീ സോർദാറിന്റെ ബാഗിനകത്ത് എന്തെടുക്കായിരുന്നു? നല്ല തണുപ്പായതുകൊണ്ട് അകത്തോട്ട് കയറിയതാണ്. ഞാൻ എന്തായാലും ഒന്ന് വായ കഴുകട്ടെ. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. സംശയമുണ്ടോ? ശരിയാടാ, നല്ല തണുപ്പുണ്ട്. ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിക്കാനൊന്നും കിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ചായ കിട്ടും. അങ്ങോട്ട് നോക്ക്. അടിപൊളി. ഞാൻ വേഗം പോയി എല്ലാവർക്കും ചായ വാങ്ങിച്ചോണ്ട് വരാം. ഈ തണുപ്പത്ത് കുൽഫിയോ? ഈ ചായ വാങ്ങിക്കാനല്ലേ പോയത്? ഇത് ചായ തന്നെയാടാ, പക്ഷെ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോഴേക്കും കുൽഫി ആയിട്ട് മാറി. ഇനി വീണ്ടും ചൂടാക്കിയാലേ ഇത് ചായ ആവും. വേഗം വാ, റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. തണുപ്പത്തിടുന്ന ഡ്രസ്സ് മറ്റാർക്കും കൊടുക്കല്ലേന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിരുന്നതല്ലേ? പറഞ്ഞില്ലേന്നോ? എന്നിട്ട് നീ ആ എലിക്ക് കമ്പിളി ഷാൾ എടുത്ത് കൊടുത്തു അല്ലേ? കൊടുത്തില്ലേ? നീ ഡോൺ കരംചന്ദിന്റെ വാക്കുകൾ കേട്ടില്ലല്ലോ അല്ലേ? കേട്ടില്ലല്ലോ അല്ലേ? ഡോൺ കരംചന്ദ് അതൊരു കോട്ടൺ കർച്ചീഫായിരുന്നു. മാത്രമല്ല അതിലൊരു ദ്വാരവും ഉണ്ടായിരുന്നു. ദാ കണ്ടില്ലേ, ഞാനൊരു ബനിയനാണ് ഇട്ടിരിക്കുന്നത്. അതുപോലും കുറച്ച് കീറിയതാ. കഴിഞ്ഞ ദിവസം ഒരു സീബ്ര തണുപ്പത്തിടുന്ന സ്യൂട്ട് വാങ്ങാൻ വന്നിരുന്നു. എന്നാൽ ഞാൻ അയാൾക്ക് ഒരു ടൈ ആണ് കൊടുത്തത്. ഒരു കരടിയാണെങ്കിൽ ജാക്കറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഞാനൊരു നിക്കറും കൊടുത്താണ് പറഞ്ഞയച്ചത്. ശരി ശരി, പക്ഷെ ഓർമ്മയുണ്ടാവണം, തണുപ്പത്തിടുന്ന ഉടുപ്പുകളെല്ലാം ഈ ഡോൺ കരംചന്ദിന് മാത്രം ഉള്ളതാണ്. അങ്ങനെയല്ലേ? ഞാൻ പോയി അടുത്ത റെസ്റ്റോറന്റിൽ നിന്നും ഒരു കോഫി കുടിച്ചിട്ട് വരാം. എന്താ, വരട്ടെ? അങ്ങോട്ട് നോക്ക്, റെസ്റ്റോറന്റ്. ഇവരെ കണ്ടിട്ട് ടൂറിസ്റ്റുകളെ പോലുണ്ടല്ലോ. അങ്ങനെ തന്നെ അല്ലേ? ഇവന്മാര് കാരണമാണ് ഞാൻ വീണത്. ഇവിടെ വാ. ഇവർക്ക് തണുത്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ. ചൂട് ഭക്ഷണം അത് ഈ ഡോൺ കരംചന്ദിന് മാത്രം മതി. എന്താ, മതിയില്ലേ? ആയിക്കോട്ടെ സാർ. കഴിച്ചാട്ടെ, ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 കിലോ ഐസ്. സൂപ്പർ സ്പെഷ്യൽ എല്ലുകളവരെ കുളിരടയിപ്പിക്കുന്ന കോൾഡ് കോഫി. ഞങ്ങൾക്ക് കോൾഡ് അല്ല, ഹോട്ടാണ് വേണ്ടത്. സോറി, ഇവിടെ ചൂടുള്ള ഭക്ഷണം ഡോൺ കരംചന്ദിന് വേണ്ടി മാത്രമുള്ളതാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീ ഒറ്റയ്ക്കാണ് നോക്കാൻ പോകുന്നത്? ബണി, സോർദാറെ, വാ, നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ചു പിടിക്കാം. ഒന്നും മിണ്ടാതിരിക്കടാ കഴുതേ, മിണ്ടാതിരിക്കേ. പോപ്പട്ടെ, നമ്മളോട് വഴക്കുണ്ടാക്കാനല്ല, കറങ്ങാനാ വന്നത്. വാ, നമുക്കൊരു ഷോപ്പിങ്ങിന് പോവാ. നിന്നെയൊന്നും ഞാൻ അത്ര പെട്ടെന്ന് വെറുതെ വിടില്ല. ഇവന്മാരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തണം. എന്താ ശല്യപ്പെടുത്തണ്ടേ? നമുക്ക് കുറച്ച് സെക്ടർ വാങ്ങാം. എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. അത് ഈ ഡോൺ കരംചന്ദിന് വേണ്ടി മാത്രം. ഈ നാടിന്റെ ഡോൺ ഞാനാണ്. അങ്ങനെയല്ലേ? ഇവിടെ കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ അനുമതിയോടുകൂടി മാത്രമേ പറ്റൂ. എന്താ, അങ്ങനെയല്ലേ? കൂട്ടുകാരെ, നമുക്ക് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ നമ്മുടെ അവധിക്കാലം ഇവൻ കൊളമാക്കി തരും. എവിടെ പോയി? എനിക്ക് തോന്നുന്നത് അവന്മാര് 4 പേരും എന്റെ മുഖം തിരിച്ചറിഞ്ഞു എന്നാണ്. ഇനി എന്റെ മുഖം എവിടെ വെച്ച് കണ്ടാലും അവന്മാർ ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് ഇനി മുതൽ മറ്റൊരു വേഷത്തിൽ ഞാൻ അവന്മാരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് തുടർച്ചയായി ശല്യപ്പെടുത്തും. ഇത് നല്ല പ്ലാനാണ്. ആഹാ.
ആഹാ. ഞാൻ ആരോടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരും തന്നെ ഇല്ലേ ഇവിടെ? ആരും തന്നെ ഇല്ലല്ലോ ഇവിടെ. നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരട്ടെ? എന്താ കൂട്ടുകാരെ, പോയാലോ? ഇനി സന്തോഷത്തോടെ തുള്ളിച്ചാടി ഞാൻ പോകും എന്റെ വീട്ടിൽ. എന്നാ പൊക്കോട്ടെ ഞാൻ. ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് മരവിക്കും. മരവിക്കില്ലേ? ഈ തണുപ്പിൽ കിടുകിട വിറയ്ക്കും. എന്താ വിറയ്ക്കില്ലേ? ഹാ. കൂട്ടുകാരെ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമ്മൾ അവധിക്കാലം ചെലവഴിക്കാൻ വന്നിട്ട് നമ്മുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയായി. ആ ഡോൺ കരംചന്ദിനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ പറയാൻ വന്നത് നീ അടിച്ചു മാറ്റി. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുക ബണ്ണി? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അത്യാവശ്യം നല്ല ചൂടുള്ള പ്ലാൻ പറയേ കൊച്ചളിയ. വല്ലാണ്ട് തണുക്കുന്നുണ്ട്. ഹെയ്. പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയും ചൂട്? ചൂടെടുക്കുന്നില്ലേ? ദാഹിക്കുന്നുണ്ടല്ലോ. അയ്യോ, അയ്യോ, അയ്യോ. എന്തായാലും അത് കലക്കി പോപ്പട്ടെ. നീ ഇപ്പൊ ഞങ്ങളെക്കാളും വലിയ ധൈര്യശാലിയായല്ലോ. കൂട്ടുകാരുടെ കൂട്ടിന് വേണ്ടി, പിന്നെ ശത്രുക്കൾക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഈ പോപ്പട്ട് എപ്പോഴും തയ്യാറാണ്. സംശയമുണ്ടോ? എനിക്ക് ദാഹിക്കുന്നുണ്ട്. വെള്ളം തരൂ. വെള്ളം തരില്ലേ നിങ്ങൾ? വെള്ളം എന്തായാലും ഇല്ല. നല്ല ചൂടുള്ള കോഫിയുണ്ട്, അത് കഴിക്കുന്നു. എന്റെ ബാഗ് ഇവിടുന്ന് പുറത്ത് കടത്തു. കടത്തില്ലേ നിങ്ങൾ? നീ ആദ്യം സത്യം ചെയ്യേ.
ഇനി മേലിൽ ആരെയും ഇങ്ങനെ ഉപദ്രവിക്കില്ലെന്ന്, ഗുണ്ടായുസം കാണിക്കാതെ മര്യാദക്ക് ജീവിച്ചോളാമെന്ന്. ഒരിക്കലും ചെയ്യില്ല. അമ്മച്ചിയാണ് സത്യം. എന്നെ വേഗം ഇവിടുന്ന് പുറത്തിറക്കൂ പ്ലീസ്. എനിക്ക് എന്റെ എല്ലാ തെറ്റുകളും മനസ്സിലായിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എനിക്ക് മാപ്പ് തരൂ. തരില്ലേ നിങ്ങൾ? ആ